കുപ്പായം കൊണ്ടുവന്നേ ടീച്ചറെ. ഞാൻ ഇവിടെ വരുന്നതാ മുംബൈക്ക്. അല്ല, ഇത് ഓളെ പുറപ്പെടിക്കാനുള്ള സാധനങ്ങളെ. ഞാൻ സംഭവം ആണോ? ഞങ്ങൾ രണ്ട് മെമ്പർമാർ കൂടെ ആണോ? അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ലല്ലേ? ഇതൊക്കെ മാറ്റി വെച്ചാല്. കുപ്പായം കൊണ്ടുവന്നേ ടീച്ചറെ. ഞാൻ ഇവിടെ വരുന്നതാ മുംബൈക്ക്. അല്ല, ഇത് ഓളെ പുറപ്പെടിക്കാനുള്ള സാധനങ്ങളെ. ഞാൻ സംഭവം ആണോ? ഞങ്ങൾ രണ്ട് മെമ്പർമാർ കൂടെ ആണോ? ഹലോ ചേട്ടാ, നീ സമ്മാനുണ്ട്. കിട്ടിയതല്ലേ അല്ലേ? ടീച്ചർ മോളെ സുന്ദരിയായിട്ടല്ല നാല് വാടക കൊണ്ടുവന്നത്. ടീച്ചർ ഇതാ മാല മാല കാര്യമാണ് എങ്കിലും ചെറിയ രീതിയിൽ സൂചിപ്പിക്കുകയാണ്. പൂർണ്ണമായും കിടപ്പിലായ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന ഭിന്നശേഷി കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ ഉൾച്ചേർക്കുന്നതിനായി
സർവശിക്ഷ കേരളം SSK നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ കുട്ടികളുടെ വീടുകളിൽ നമ്മൾ എത്തിച്ചേർന്ന് അവർക്ക് പരമാവധി സന്തോഷം നൽകാവർക്കും അവരുടെ വീട്ടുകാർക്കും സന്തോഷം നൽകുക എന്നുള്ളതാണ് നമ്മളിവിടെ വന്ന ടീം അംഗങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം എന്നാണ് വിശേഷിപ്പിക്കുക. നമ്മുടെ കേരളക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷവേളയായ ഈ ഓണനാളുകളിൽ ഓണച്ചങ്ങാതി എന്ന പേരിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അതിന്റെ ഭാഗമായി നമ്മളിവിടെ സമ്മാനങ്ങൾ നൽകി ഓണങ്ങളായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് അസ്ഥിരമായ കർത്തവ്യം. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ആലത്തിയൂർ KHMHS സ്കൂളിന്റെ ആരാധ്യനായിട്ടുള്ള പ്രിൻസിപ്പൽ രാമകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. അതോടൊപ്പം ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ആലത്തിയൂർ KHMHS സ്കൂളിന്റെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് KP ഷംസുദ്ദീൻ അവർകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥികളായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത് ഈ വീട് ശാലിനി BP എന്ന് പറയുന്ന ഈ നമ്മളിവിടെ വന്നിട്ടുള്ള കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന വാർഡ് മെമ്പറായിട്ടുള്ള രമ്യ മേഡവും അതോടൊപ്പം തന്നെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ബഹുമാനപ്പെട്ട മെമ്പർ KM സുരേഷും ആണ് നമ്മുടെ മുഖ്യാതിഥികളായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത്. അവർ നമ്മൾ എത്തുന്നതിനേക്കാളും വളരെ മുമ്പ് തന്നെ ഈ വീടിലെത്തുകയും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ സഹായിക്കുകയും ചെയ്തിരുന്നവരോട് പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥി കൂടി ആയിട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന ഒരു കലാകാരിയും അതുപോലെ തന്നെ അവൾ നമുക്കൊക്കെ അവൾ സ്വന്തം നിർമ്മിച്ച ഒരു കടലാസ് പേന പ്രകൃതി കിണങ്ങുന്ന പേന നമുക്ക് സമ്മാനിക്കുകയുണ്ടായി. അവളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ PTA എക്സിക്യൂട്ടീവ് അംഗം ഖൈറുന്നീസ നമ്മളോടൊപ്പം ഉണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ചങ്ങാതിക്കൂട്ടത്തിലെ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരൊക്കെ സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ PTA വൈസ് പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള സുഷ്മിത ചേച്ചിയുടെ മകൻ സുദേവും അവന്റെ സഹോദരിമാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. സുദേവിന് ഇന്ന് ബർത്ത്ഡേ കൂടിയാണ്, അവർക്ക് ആ ആശംസകൾ കൂടി നേരുകയാണ്, ജന്മദിന ആശംസകൾ കൂടി നേരുകയാണ്. നമ്മളെ ഓണത്തിന്റെ യഥാർത്ഥ സന്ദേശം വെളിവാക്കുന്ന ഒരു ചടങ്ങാണത്. യഥാർത്ഥത്തിൽ ഓണം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരിലേക്കും സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഓണം. മാനവരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള പഴയ പാട്ടിനെ അന്വർത്ഥമാക്കുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ഗവൺമെന്റും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും പിന്നെ യഥാർത്ഥത്തിൽ ഉള്ള ആഘോഷം അത് ആസ്വദിക്കാൻ പറ്റാത്ത കുട്ടികളെ അവരെ കണ്ടെത്തി അവരുടെ വീടുകളിൽ വന്ന് അവരെ ഈ ആഘോഷത്തിന്റെ ഭാഗമാക്കുക എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മളെ മെമ്പർമാർക്കൊക്കെ പോകാൻ തിരക്കുണ്ട്. ഇങ്ങനെ മുന്നിൽ ഇവർക്ക് സ്ഥാനം ഉണ്ടായിരുന്നില്ല. വീട്ടിന്റെ മുൻഭാഗത്ത് ഇവര് സ്ഥാനക്കാരല്ലായിരുന്നു. ഏറ്റവും ബാക്കില് വീട്ടുകാരൻ ഗസ്റ്റുകൾ വരുന്ന കാലങ്ങളിലെ സമയങ്ങളിൽ ഏറ്റവും പിന്നാമ്പുറത്താണ് ഇവർക്ക് സ്ഥാനം ഉണ്ടായിരുന്നത്. അതൊന്ന് മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇത്തരം പ്രവർത്തനം നമ്മളെ ഓരോരുത്തരും മാനസികമായി ചെയ്യേണ്ടതാണ്, ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവരെ പഠിച്ച സ്കൂള് കുട്ടുംപുറം ഒട്ടനവധി കാലം ഞാൻ അതിന്റെ മെമ്പറായിട്ട്, ആ മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ആ കാലഘട്ടത്തിലാണ് ജംസിന അടക്കമുള്ള ആളുകളെ ടൂറ് കൊണ്ടുപോയത്. ആദ്യമായിട്ടാണ് ഒരു ബഡ്സ് സ്കൂളിൽ നിന്ന് കുട്ടികളെ ടൂറ് കൊണ്ടുപോകണം. ആ പ്രോഗ്രാം അടക്കം ഞങ്ങൾ അന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. അപ്പം ഇവരോട് നമ്മൾ മാനസികമായിട്ട് എന്നും അടുപ്പമുള്ളവരാണ്, അടുപ്പം കാട്ടണം. അതോടൊപ്പം തന്നെ ഇവരെ കുടുംബങ്ങൾ ഇവിടെ വന്നവരാണ്. രണ്ട് കൈയും നീട്ടി ആലത്തൂർക്കാർ ഏറ്റെടുത്ത് ഒട്ടുംപുറത്ത് താമസാക്കി ഇപ്പം ആലത്തൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ താമസക്കാരായി മാറിയ ആളുകളാണ് ഇവര്. ഇന്ന് വരെ ഇവരെ എല്ലാ ഹെൽപ്പിലും എല്ലാ കാര്യങ്ങളും റേഷൻ കാർഡ് മുതൽ ID കാർഡ് വരെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവരോ കൂടെ വീട്ടുകാരുടെ കൂടെ, അത് ഇവരെ ഫാമിലി മൊത്തം വടകര പറമ്പ് എന്ന് പറഞ്ഞ
ആ വിഭാഗത്തിന്റെ കൂടെ ഞങ്ങൾക്കൊക്കെ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ എല്ലാവർക്കും ഈ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. സുരേഷ് സംസാരിക്കും. അധ്യക്ഷൻ, എന്റെ പ്രിയ സുഹൃത്ത് രാമകൃഷ്ണൻ മാഷ്, ഉദ്ഘാടനം നിർവഹിച്ച PTA പ്രസിഡന്റ് ശ്രീ ഷംസുദി, അതുപോലെ തന്നെ 14 വാർഡിലെ മെമ്പർ ശ്രീമതി രമ്യ, പിന്നെ അധ്യാപകരെ, കൂടെ വന്ന വിദ്യാർത്ഥികളെ, പിന്നെ ആഷിജ ടീച്ചർ, ഈ വീട്ടിലെ കുടുംബാംഗങ്ങൾ, ഇത്തരത്തിലൊരു ചടങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് വിഭിന്നമായൊരു ശേഷി ഉണ്ടെന്നാണല്ലോ, അങ്ങനെയാണല്ലോ വിഭിന്ന ശേഷി എന്ന് പറയുന്നത്. അല്ലാതെ അവരൊട്ടും പിറകിലല്ല. അപ്പോ ഇതൊരു ഏതെങ്കിലും ഒരു ദിവസം നടത്തേണ്ട ഒരു ചടങ്ങിൽ നിന്ന് വിഭിന്നമായി ഇതൊരു തുടർ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും, നമ്മളൊക്കെ വിഭിന്നമായ ശേഷിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവരാണെന്ന് പറയുന്നവരാണ്. നമ്മളിവിടെ സൃഷ്ടിക്കുന്ന എല്ലാ അനുകൂലങ്ങളും എന്ന് പറഞ്ഞാൽ പ്രകൃതി ഒരുക്കി തന്നതിന് പുറമെ നമ്മൾ സൃഷ്ടിക്കുന്ന അനുകൂലങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ വലിയ കുഴപ്പമില്ലാതെ. ഇപ്പൊ ഈ പടി കുറച്ചും കൂടെ ഉയരത്തിലാണെങ്കിൽ നമുക്കും കയറാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ കാലിന്റെ ശേഷി, കൈയിന്റെ ശേഷി, അതുപോലെ ഭൗതികമായ ശേഷിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സാങ്കേതികമായ അനുകൂലനങ്ങളൊക്കെ ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ ഒരു അനുകൂലനങ്ങൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കൃത്യമായി മൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ചിന്തിക്കാനും ഒക്കെ ഉള്ള ശേഷി ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ ഉപയോഗിക്കുന്ന ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവർക്കും ഓണാശംസ. മറ്റു ഭാരവാഹികളെ, ഇന്ന് നമ്മള് സന്തോഷ ദിനത്തിലാണ്, ഓണാഘോഷ ചടങ്ങിലാണ് നമ്മൾ ഉള്ളത്. SSK, അതായത് സമഗ്ര ശിക്ഷ മലപ്പുറം, BRC തിരൂരും നമ്മുടെ സ്കൂളും ചേർന്ന് നടപ്പിലാക്കുന്ന ചങ്ങാതിക്കൂട്ടം പരിപാടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇതിനുവേണ്ടി നമ്മൾ മുന്നേ ഒരുക്കം നടത്തിയിരുന്നു. സ്വാഗത സംഘം നമ്മൾ സ്കൂളിൽ വെച്ച് നടത്തിയിരുന്നു. അപ്പോൾ തന്നെ നമ്മളെ പ്രിൻസിപ്പൾ, ഹെഡ്മാഷും PTA പ്രസിഡന്റും എല്ലാവരും വളരെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ് നമുക്ക് തന്നത്. അവർക്കുള്ള കിറ്റും മറ്റുള്ള എല്ലാ സംവിധാനവും ഇവർ നൽകി ഓഫർ ചെയ്ത് നമ്മളെ ക്ലബ്ബ് ഭാരവാഹികളും അതിനുള്ള പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ പറയാം. നന്ദി ടീച്ചർ പറയും, അഷിജ ടീച്ചറാണ് ഇതിന് മുൻകൈ എടുത്തത്. ഇത്രയും ഇതിലേക്ക് പ്രത്യേകം നന്ദി പറയാണ്. അപ്പൊ അതിന് മുമ്പായി ഇതിലെ എല്ലാവിധ ഇവരെ വീട്ടുകാരെ, ശാലിനിമോളെ വീട്ടിലെ നമ്മൾ ഈ